കൃപാസനം മുതലാളിക്ക് ഇന്ന് ജന്മദിനം ഗൈസ്. അതേ സുഹൃത്തുക്കളെ, കൃപാസനം മുതലാളി ജോസഫ് ചേട്ടന്റെ ജന്മദിനമാണ് ഇന്ന്. ഇത് ഒരു മനുഷ്യനും സാധാരണഗതിയിൽ ശ്രദ്ധിക്കുവാൻ സാധ്യതയില്ലാത്തത് കൊണ്ടാവണം ഇന്ന് രാവിലെ ജോസഫ് ഏട്ടൻ തന്നെ ഈ വിവരം തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചു. ഇതാണ് ആ പോസ്റ്റ്. ഹാപ്പി ബർത്ത്ഡേ ടു അവർ ലവിംഗ് ഫൗണ്ടർ. ജൂൺ 8 ഹാപ്പി ബർത്ത്ഡേ. തനിക്ക് താൻ തന്നെ ബർത്ത്ഡേ വിഷ് ചെയ്യുന്ന കൃപാസനം ജോസഫ്. ഇതൊരല്പം അല്പത്തരമല്ലേ എന്ന് പലരും ചിന്തിച്ചേക്കാം. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ജോസഫിന് ഇത്രയും ഉളുപ്പില്ലാത്തത് കൊണ്ടല്ലേ, തൊലിക്കട്ടി ഉള്ളത് കൊണ്ടല്ലേ ഇയാൾ മാതാവിനെ മൊത്തക്കച്ചവടം ചെയ്ത് കുറുവാസനം എന്ന പൈശാചിക കേന്ദ്രത്തിന്റെ മുതലാളിയായത്. ഈ ജോസഫിന്റെ കഴിവിനെ ഭക്തിക്കച്ചവടക്കാർ അഭിനന്ദിക്കാനും റോൾ മോഡലാക്കുവാനും കാരണം ഇദ്ദേഹത്തിന്റെ ആ ക്രിയേറ്റിവിറ്റിയാണ്. പങ്കായവുമായി മീൻ പിടിക്കുവാൻ കടലിൽ പോകേണ്ടിയിരുന്ന ജോസഫ് കുറുവാസനം തുടങ്ങിയ ശേഷം വളർച്ച അത്ഭുതകരമായിരുന്നു. ഞങ്ങൾ ജോസഫിന്റെ പൈശാചിക കേന്ദ്രത്തെ വിളിക്കുന്നത് കുറുവാസനം എന്നാണ്. ഈ കുറുവാസനത്തിൽ ഉള്ളത് ദൈവമാതാവാണെന്ന് പറഞ്ഞാണ് കുറുവാസനം ജോസഫ് തന്റെ ഭക്തി കച്ചവടം പൊടിപൊടിക്കുന്നത്. അല്ല എന്ന് ഞങ്ങൾ ഏത് കോടതിയിലും തെളിയിക്കാം. ആരെയും കാശ് തരുവാൻ ഈ ജോസഫ് നിർബന്ധിക്കുന്നില്ല എന്നാണ് ജോസഫും ജോസഫിന്റെ അടിമക്കുഞ്ഞാടുകളും പറയുന്നത്. പക്ഷേ ഉടമ്പടി എടുക്കണം, ഇവന്റെ കള്ളസാക്ഷ്യങ്ങളുടെ പത്രം മേടിച്ചുകൊണ്ട് വിതരണം ചെയ്യണം, എണ്ണ, തിരി, ലോക്കറ്റ്, ഉപ്പ്, മാല ഒക്കെ മേടിക്കണം. അങ്ങനെ വിവിധ രീതികളിൽ ജനങ്ങളിൽ നിന്നും പണം തട്ടുന്നു. ദൈവമാതാവ് ഈ അളിഞ്ഞ പാതിരിയുടെ കുറുവാസനത്തിൽ വന്നാണോ ഇരിക്കുന്നത് എന്ന് ഒരൊറ്റ മുണ്ണകൾ ഇതുവരെ ചോദിച്ചതായി കേട്ടിട്ടില്ല. ഈ അളിഞ്ഞവന്റെ പൈശാചിക കേന്ദ്രത്തിൽ പോയി ഉടമ്പടി എടുത്തെങ്കിലേ മാതാവ് അനുഗ്രഹിക്കത്തുള്ളെങ്കിൽ ആ മാതാവ് ദൈവമാതാവായിരിക്കില്ല. അത് ജോസഫിന്റെ കുഞ്ഞമ്മയാകുവാനാണ് സാധ്യത. ഈ തീവട്ടി ജോസഫിന്റെ പൈശാചിക കേന്ദ്രത്തിലാണ് ദൈവമാതാവ് വന്ന് കുത്തിയിരിക്കുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് കത്തോലിക്ക സഭയുടെ സകല പള്ളികളും പൂട്ടി ഇനി ഈ ജോസഫിന്റെ പൈശാചിക കേന്ദ്രത്തിലേക്ക് മാത്രമേ വിശ്വാസികൾ പോകാവൂ, അവിടെ മാത്രമേ മാതാവിന്റെ ഒഫീഷ്യൽ അനുഗ്രഹം കിട്ടുകയുള്ളൂ എന്ന് അവർ പ്രഖ്യാപിക്കണം. ഈ അളിഞ്ഞ ജോസഫിന്റെ അടുത്ത് പോയി ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എല്ലാം നടക്കുമെങ്കിൽ ഈ രാജ്യത്തെ സകല കാര്യങ്ങളും ഈ ജോസഫിനെ ഏൽപ്പിച്ചാൽ പോരെ. ഇന്ത്യയുടെ അതിർത്തിയിലുള്ള നമ്മുടെ സകല സായുധ സേനകളെയും പിൻവലിച്ച് ഈ പൂച്ചാണ്ടി ജോസഫിനെയും ഇവന്റെ കേന്ദ്രത്തിലെ കുറെ പെണ്ണുങ്ങളെയും കൂടി പാകിസ്ഥാനെതിരെ ഒരു ഉടമ്പടി എടുപ്പിച്ച് അങ്ങ് ഭസ്മീകരിച്ച് കളയാൻ പാടില്ലേ? ക്രിസ്തുവിനെയും ക്രൈസ്തവ സമൂഹത്തെയും പൊതുസമൂഹത്തിന് മുന്നിൽ നാറ്റിക്കുന്ന ഈ പൂച്ചാണ്ടിയെ ജയിലിലടയ്ക്കുവാനുള്ള ആർജവം സർക്കാർ കാണിക്കണം. വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംവാദത്തിന് ജോസഫിനെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഇലക്ഷൻ ഫണ്ട് ആവശ്യത്തിന് കിട്ടുന്നത് കൊണ്ടാവണം ഇവന്റെ വാങ്ങി തിന്ന് എല്ലാ പാർട്ടികളും ഇവന്റെ പൈശാചിക കേന്ദ്രത്തിന് വേണ്ടുന്ന സംരക്ഷണം നൽകുകയാണ്. ഇവൻ സമൂഹത്തിന് ചെയ്യുന്ന ദോഷങ്ങൾ എന്താണെന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. ഇവന്റെ വലയിൽ കുടുങ്ങുന്നത് സാമ്പത്തികമായി വളരെയേറെ തകർന്നു നിൽക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കണം. ടോക്സിക് മോട്ടിവേഷൻ നൽകി ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനും പരിഹാരം കിട്ടും എന്ന് മോഹിപ്പിച്ച് പാവങ്ങൾ അവിടേക്ക് ഓടുന്നു. രോഗസൗഖ്യം എന്ന് പറഞ്ഞ് അനേകായിരങ്ങൾ ചികിത്സ വൈകിപ്പിച്ച് ഒടുവിൽ മരണത്തെ പുൽകുന്നു. സാമ്പത്തിക ബാധ്യത മാറുമെന്ന് പറഞ്ഞ് ഒടുവിൽ അവർ ആത്മഹത്യ ചെയ്യുന്നു. ജോലി ലഭിക്കും, കല്യാണം നടക്കും എന്ന് പറഞ്ഞ് മോഹിപ്പിച്ച ഒടുവിൽ ഡിപ്രഷനിലാക്കുന്നു. ഒരു സമൂഹത്തെ മുഴുവൻ പൈശാചിക അന്ധകാരത്തിലാക്കുന്ന നികൃഷ്ടനാണിവൻ. ഈ പോകുന്നവരുടെ കയ്യിൽ നിന്നെല്ലാം ചെറിയ തുകകളാണെങ്കിലും കോടികൾ ഇവന് ലഭിക്കുന്നു, യാതൊരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ. 15,000 പേരുടെ കയ്യിൽ നിന്നും ഒരു ദിവസം ഒരു 500 രൂപ വെച്ചാണെങ്കിലും ഒരു ദിവസത്തെ കളക്ഷൻ എത്രയായെന്ന് ഓർക്കുക. അന്ധവിശ്വാസങ്ങളിലൂടെയും അനാചാരങ്ങളിലൂടെയും ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത് തടയേണ്ടുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സർക്കാരിന്റെ ചുമതലയാണ്. മാജിക് റെമഡീസ് ആക്ട് എന്നൊരു വകുപ്പ് തന്നെ ഇവിടെയുണ്ട്. രോഗം മാറ്റാനും ദുരിതം മാറ്റാനും സ്വത്ത് നൽകുവാനും കുറുവാസനം ജോസഫും അവന്റെ നീല ചീലയൊടുത്ത കുഞ്ഞമ്മയും ഉണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ ഭരണം ഇവരെ ഏൽപ്പിക്കുക. ഇവിടുത്തെ സകല ആശുപത്രികളും അടച്ചുപൂട്ടി കുറുവാസനം ജോസഫിന്റെയും അവന്റെ കുഞ്ഞമ്മയുടെയും അടുത്ത് പോയി കുനിഞ്ഞു നിന്ന് ഉടമ്പടി എടുക്കുവാൻ ആവശ്യപ്പെടുക. ദാരിദ്ര്യം പിടിച്ച ജനങ്ങളുടെ ഇല്ലായ്മയെയും ദുരിതങ്ങളെയും അവരുടെ ആ മാനസികാവസ്ഥയെയും ചൂഷണം ചെയ്യുന്ന ഡാ ജോസഫേ, നിന്റെ ജന്മദിനത്തിനെങ്കിലും ഒന്നിരുന്ന് ആലോചിക്കുക. ഈ തട്ടിപ്പ് നിനക്ക് നിർത്തിക്കൂടെ എന്ന് ദൈവത്തോടാണ് എൻ്റെ അടുത്ത ചോദ്യം. കർത്താവേ, അങ്ങയുടെ അമ്മയെ വരെ മൊത്തക്കച്ചവടം അടിക്കുന്ന ഈ ജോസഫിന് ആയുസിന്റെ പുസ്തകത്തിൽ 1 വർഷം കൂടി നീട്ടി നൽകിയ അങ്ങയുടെ ആ മഹാ മനസ്കതയ്ക്ക് മുന്നിൽ എൻ്റെ നമോവാകം. ജോസഫേ, ഹാപ്പി ബർത്ത്ഡേ കേട്ടോ. പട്ടിക്കൽ തുടർന്നാട്ടെ. ഇനി നമുക്ക് ജോസഫിന്റെ ആ കലാപരിപാടി അല്പം കാണാം. ഈ കണക്കിന് പോയാൽ പിച്ചച്ചട്ടി എടുക്കേണ്ടി വരുമല്ലോ.
ഇപ്പോൾ 2:30 മണി 3:45 തന്നെ രോഗികളുടെ പ്രാർത്ഥന തുടങ്ങും. അവർക്ക് ബ്രദർ കൂപ്പൺ നൽകുന്നതായിരിക്കും. എല്ലാം എഡ്വേർഡ് ബ്രദർ അതിൻ്റെ ഏത് കൂപ്പൺ കൗണ്ടറിലാണ് അത് കിട്ടണമെന്നെല്ലാം അനൗൺസ് ചെയ്യും. കിഡ്നി രോഗികൾ, ക്യാൻസർ രോഗികൾ, തൈറോയിഡ് കരൾ രോഗികൾ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട രോഗികൾക്കെല്ലാം ഇന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുമ്പോൾ പ്രാർത്ഥനയ്ക്കുള്ള ചീട്ട് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം രോഗികളുടെ പ്രാർത്ഥന ഒരു 70-60 ചീട്ട് കാണുമായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ നോക്കുന്നത് ഉടമ്പടി 5 പ്രാവശ്യം പുതുക്കിയവർ, പിന്നെ നോക്കുന്നത് ഉടമ്പടി 4 പ്രാവശ്യം പുതുക്കിയവർ, പിന്നെ നോക്കുന്നത് ഉടമ്പടി 3 പ്രാവശ്യം പുതുക്കിയവർ. പക്ഷെ അവരുടെ കയ്യിലെല്ലാം അവർ സാക്ഷ്യം പറഞ്ഞതിൻ്റെ രേഖകൾ കാണേണ്ടതാണ്. ഇപ്പോൾ ചില ആൾക്കാർ പറയും, അച്ഛാ പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു പറയും. അച്ഛൻ ഞങ്ങളുടെ സാക്ഷ്യം പറഞ്ഞാണ് പത്രത്തിലുണ്ടായിരുന്നെന്ന് പറയും. അപ്പോൾ പത്രത്തിലുണ്ടായിരുന്നത് നിങ്ങളെ കട്ട് ചെയ്ത് നിങ്ങളുടെ ഉടമ്പടി പൗശല് വെക്കണം. അത് ഉണ്ടായിരുന്നു പറഞ്ഞാലൊന്നും ഇത് പെട്ടെന്നുള്ള മെസ്സേജാണ്, നിങ്ങളുടെ പറച്ചിലൊന്നുമല്ല. എനിക്ക് എപ്പോഴും ഉടമ്പടി എപ്പോഴും പോണത് കോൺക്രീറ്റ് പ്രൂഫിലാണ് പോണത്. പറച്ചിലൊന്നും വിശ്വാസമില്ല. പറയണ സത്യമായിരിക്കാൻ ഞങ്ങൾക്കത് എടുക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്കത് പരിഗണിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്കെല്ലാം പേപ്പറുണ്ട്, എല്ലാത്തിനും ഒപ്പിട്ട പേപ്പറുണ്ട്, ഡേറ്റ് ഉണ്ട്, ടൈമുണ്ട്. നിങ്ങൾ ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ പോലും അമിതമായിട്ട് മേടിക്കുന്ന ആൾക്കാരെ ഞങ്ങൾ നോട്ട് ചെയ്യും. കാര്യം അവരത് പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നില്ല. ഇതൊന്നും നേർച്ച വസ്തുക്കളൊന്നും കൊടുക്കാൻ വെച്ചിരിക്കണമല്ല, ഇത് ഉള്ള കാര്യം പറയാം. അത് ഉടമ്പടി നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ദൈവം ഇടപെടുന്ന സപ്പോർട്ടീവായിട്ടുള്ള സുവിശേഷ വിഹിതവും സഭാപാരമ്പര്യത്തിനും ചേർന്നതായിട്ടുള്ള വെഞ്ചരിച്ച തിരുവസ്തുക്കളാണ്. അതിങ്ങനെ ഇഷ്ടമുള്ള പോലെ മേടിക്കാൻ പറ്റത്തില്ല. അത് വാങ്ങിക്കണമെങ്കിൽ ഉടനെ ഞങ്ങൾ ഡേറ്റ് ഇടും. അവിടെ നിങ്ങളുടെ ഉടമ്പടി പത്രം ഉള്ളവർക്ക് അത് കൊടുക്കത്തുള്ളൂ. ഉടമ്പടി നേർച്ച വസ്തുക്കൾ അല്ലാതെ ഒത്തിരി നേർച്ച വസ്തുക്കളുണ്ട്, അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മേടിക്കാം. അപ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉടമ്പടിയിൽ ഇരിക്കുന്നവർക്കേ ഉള്ളൂ. ഉടമ്പടി ഇരിക്കുന്നവരെ ഞങ്ങൾ ഉടമ്പടി ഉണ്ടോ ഇല്ലയെന്ന് അറിയണത് പ്രേക്ഷിത പത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പത്രം മേടിച്ച് പത്രത്തിൻ്റെ കാർഡുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രാർത്ഥന കൂടിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, ഉടമ്പടിയിലുള്ളവരാണെങ്കിൽ സ്വാഭാവികമായിട്ട് നേർച്ച വസ്തുക്കൾ കൊടുക്കും. ഉടമ്പടി ഇല്ലാത്തവർക്ക് കൊടുക്കത്തില്ല. ഉടമ്പടി ഇല്ലാത്തവർക്ക് ഉടമ്പടി നേർച്ച വസ്തുക്കൾ കിട്ടത്തില്ല. കാര്യം അത് നിങ്ങൾക്കറിയാവില്ല, എൻ്റെയൊക്കെ ഉപയോഗത്തിൻ്റെ രീതികൾ കണ്ടിട്ടില്ലേ. അതെല്ലാം നമ്മുടെ വിശ്വാസത്തിൽ കറകളഞ്ഞ ആൾക്കാർക്ക് അതുപോലെ അതിനേക്കാൾ വലിയ അനുഭവങ്ങളാണ് ദൈവം തരണത്. അപ്പോൾ ചില ആൾക്കാർ ദൈവത്തിന് വേണ്ട, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മതി നടക്കുന്ന ആൾക്കാർക്ക് ഇവിടെ പ്രൊവിഷനില്ല, സ്ഥലമില്ല. ദൈവത്തിനാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഞങ്ങളെന്താ കൊടുക്കുന്നത്? ഞങ്ങൾ ആദ്യം ഇപ്പം ഇപ്പോൾ തൈക്കാട്ടുശ്ശേരി എന്ന ചില ആൾക്കാർ വന്നത് രക്താർബുദമാണെന്ന് പറഞ്ഞു പോയി പ്രാർത്ഥന കൂടാൻ പറഞ്ഞു. എന്താ കാര്യം? നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ദൈവം ഇവിടെ ഉണ്ട്. അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടമാണ്. കർത്താവിൻ്റെ കണ്ണ് തുടക്കും അല്ലേ? ദൈവത്തിനല്ല പ്രാധാന്യം, ഞങ്ങൾക്കും ദൈവത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് പല കാര്യങ്ങളും അയ്യോ അവരെന്താ കാരുണ്യമില്ലാതെ പ്രവർത്തിച്ചല്ല എന്ന് പറയും. കാരുണ്യമില്ലാതെ പ്രവർത്തിക്കും. എന്താ കാര്യം? ആദ്യത്തെ കാരുണ്യം എന്താണ്? കാരുണ്യ വർഷം മാർപ്പാപ്പ ഉദ്ഘാടനം ചെയ്തപ്പോഴും ഞാൻ പ്രസംഗിച്ചത് എന്താണ്? ആദ്യത്തെ കാരുണ്യം എന്താണ്? കർത്താവിനെ ലോകത്തിന് കൊടുക്കുന്നതാണ് പിതാവ് നമ്മോട് കാണിച്ച കാരുണ്യം. ആ കാരുണ്യമാണ് നമ്മൾ കാണിക്കുന്ന ആദ്യം ബാധ്യത. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആർക്കും ചെയ്യാവുന്നതാണ്. സഭയ്ക്ക് ചെയ്യാവുന്ന ആദ്യത്തെ കാരണം എന്താണ്? ഈശോയെ ലോകത്തിന് കൊടുത്ത കാരുണ്യമല്ലേ ദൈവം നമ്മളോട് ആദ്യം ചെയ്തത്. അതാണ് ആദ്യം സഭ ചെയ്യേണ്ടത്. ബാക്കി പ്ലാസ്റ്റിക് പെറുക്കുകയെ പ്രകൃതി നോക്കുകയൊക്കെ സെക്കൻഡറി തിങ്സാണ്. ശരിക്കും ആദ്യം ജീസസിനെ കൊടുക്കണം. ഈ വള്ളമൊക്കെ ശരിക്കും വെള്ളത്തിലാണ് കിടക്കേണ്ടത്. വെള്ളം വന്ന് വള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ ചില മുങ്ങാൻ സാധ്യതയുണ്ട്. വി ആർ ദ റൈറ്റ് വേ. ആദ്യം ദൈവം മനുഷ്യനോട് കാണിച്ച കാരുണ്യം എന്താണ്? ജീസസിനെ തൻ്റെ ഏകജാതിനെ ഈ പരുവത്തിലാക്കി പാപത്തിന് പരിഹാരം ചെയ്ത് നിത്യരക്ഷ നൽകിയെന്നാണ്. അതിനേക്കാൾ വലിയ ജോലിയൊന്നും സഭയ്ക്ക് ചെയ്യാനില്ല. ബാക്കിയെല്ലാം അതിൻ്റെ കൂടെ വരുന്ന ഒരു കർത്താവ് പറഞ്ഞതിൻ്റെ പേരിൽ ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷകളാണ്. ദൈവമഹത്വത്തിന്, അതും ദൈവമഹത്വത്തിനാണ്, മനുഷ്യമഹത്വത്തിനല്ല. ഇന്നൊക്കെ നമ്മൾ കണ്ടില്ലേ സൽപ്രവർത്തികളുടെ ഉദ്ദേശം എന്താണ്? ദൈവമഹത്വമാണ് ഉദ്ദേശിക്കുന്നത്. അതുവഴി എന്താ ഉദ്ദേശിക്കുന്നത്? വിശ്വാസത്തിൽ ശക്തിപ്പെടാൻ. അതുവഴി എന്താ ഉദ്ദേശിക്കുന്നത്? വാഗ്ദാനം പ്രാപിക്കുക. അത് നിത്യത വരെ വാഗ്ദാനത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ വരുന്നതാണ്. അതാണ് ഈശോ പറഞ്ഞത്, ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ, നിത്യതയ്ക്ക് വേണ്ടി. നിത്യതയ്ക്ക് വേണ്ടിയുള്ളത് ചെയ്ത്താണ്, അല്ല പ്രാർത്ഥനയല്ല. ചെയ്യണം നമ്മൾ. പ്രൈസ് ദി ലോർഡ്.
നേർച്ച വസ്തു ഉയർത്തിപ്പിടിക്കുക. വിശ്വാസപ്രമാണം ചൊല്ലിടെ. Lord Jesus Christ, pour out His Spirit. സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തേക്ക് പുത്രനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. Lord Jesus Christ, pour out His Spirit. We touch the fire from here. Suck with the precious blood. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. ഈശോ, ഈ നേർച്ച വസ്തുക്കളെല്ലാം വിശുദ്ധ രക്തം നിറയട്ടെ. ഇത് ഉപയോഗിക്കുന്ന വ്യക്തികൾ അവിടെ കണ്ണുനീർ കർത്താവിൻ്റെ നാമത്തിൽ വറ്റിപ്പോകട്ടെ. ഈ വർഷമുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് എല്ലാ ദിവസവും നമുക്ക് പ്രാർത്ഥനാ ദിവസം, 10 പ്രാർത്ഥനാ ദിവസമാണ്, ആരാധന ദിവസമാണ് ഒരു മാസമുള്ളത്. ഇവിടെ സ്റ്റാഫിൻ്റെ കുറവ് കൊണ്ടും ആൾക്കാരുടെ കൂട്ടം കൂടുതൽ കൊണ്ടും നേരത്തെ നമ്മൾ ഉടമ്പടി പ്രാർത്ഥന പുതിയ ഉടമ്പടി പ്രാർത്ഥന ദിവസം എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. അതിൻ്റെ പേരിൽ ഒത്തിരി പേർക്ക് സങ്കടവും സാമ്പത്തിക നഷ്ടവും ഉണ്ടായിട്ടുണ്ട്. ഈ പ്രാവശ്യം മുതലേ എല്ലാ പ്രാർത്ഥനാ ദിവസവും 31 ദിവസം മാസം ഉണ്ടെങ്കിൽ 31 ദിവസവും ഇൻക്ലൂഡിങ് നമ്മുടെ ഇന്നത്തെ പ്രെയർ ഡേ ഉൾപ്പെടെ പുതിയ ആൾക്കാർക്ക് ഉടമ്പടി എടുക്കാൻ പറ്റും, പഴയ ആൾക്കാർക്ക് ഉടമ്പടി പുതുക്കാനും പറ്റും. കാര്യം പല ആൾക്കാരും പറഞ്ഞു അത് തന്നെയല്ല, പണ്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു, വയനാടുകാരെയും ഹൈറേഞ്ചുകാർ തിരുവനന്തപുരംകാരെ മാത്രമേ ഉടമ്പടി പുതുക്കാൻ അനുവദിക്കത്തുള്ളായിരുന്നു. ഇപ്പോൾ കോട്ടയംകാരെയും എല്ലാ ജില്ലകളെയും അനുവദിക്കും. കാര്യം അവർക്ക് ഇരട്ടിപ്പ് ചിലവാണല്ലെങ്കിൽ വേറൊരു ദിവസം കണ്ടുപിടിച്ചതിന് വേണ്ടി വരണം, അപ്പം അതിന് ലീവ് എടുക്കണം, അതിന് പൈസ മുടക്കണം, എക്സ്ട്രാ പൈസ മുടക്കണം. അപ്പം അങ്ങനെയുള്ള എല്ലാ പ്രശ്നവും മാറ്റി ഏത് ജില്ലക്കാർക്കും ഏത് ദിവസവും പ്രാർത്ഥന കഴിയുമ്പോൾ 4 മണിക്ക് ഉടമ്പടി പുതുക്കാൻ പറ്റും. ഏത് ജില്ലക്കാർക്കും ഏത് ദിവസവും പ്രാർത്ഥന ഇല്ലാത്ത ദിവസം രാവിലെ 7 മണി മുതൽ 7:30 മണി മുതലും പ്രാർത്ഥന ഉടമ്പടി ഇതുപോലെ ദിവ്യാരാധന ഉടമ്പടി ആരാധന ഉള്ള ദിവസം വൈകുന്നേരം 4 മണിക്കും. 4 മണിക്ക് ഞാൻ പറഞ്ഞു, ഇപ്പോൾ തന്നെ 2:30. ഇനിയിപ്പോൾ ക്ലാസ് ഉണ്ട്. കാര്യം അത്യാവശ്യക്കാർ മാത്രമേ ഇന്ന് ഉടമ്പടി എടുക്കാവെന്നുള്ള ഉദ്ദേശത്തിലാണ്. ചില ആൾക്കാർ തിരക്കിട്ടൊക്കെ എടുക്കുകയും അതാണ് 4 മണി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആവശ്യക്കാരെ നിൽക്കും, തിരക്കുള്ള ആൾക്കാർ അടുത്ത വണ്ടി കയറി പോയിട്ട് വേറെ ദിവസം വരും അവർ. അല്ല ചില ആൾക്കാർക്ക് എന്നാ ചെയ്യുന്നറിയാമോ, അപ്പം തന്നെ പേപ്പർ എഴുതട്ടെ മതിലേ കൊണ്ടുപോയി കാര്യങ്ങൾ എഴുതി കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അങ്ങനെയുള്ളവർ, അപ്പോൾ അങ്ങനെയുള്ളവരെ ഒഴിവാക്കുക. അങ്ങനെ ഉടമ്പടി തിരക്കിൽ ചെയ്യണതല്ല. അതിൻ്റെ മർമ്മം എന്ന് പറയുന്നത് അതിൻ്റെ ക്ലാസ്സാണ്. ഇപ്പം അച്ഛൻ ക്ലാസ് എടുത്തില്ലേ, കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ താമസിച്ച് പോകും, താമസിക്കേണ്ട കാര്യമില്ലേ. കർത്താവ് ഉടമ്പടി ആദ്യം തന്നപ്പോഴേ ഉടനടി എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇപ്പോഴും അങ്ങനെയല്ലേ സംഭവിക്കുന്നത്. സ്വിച്ചിട്ട പോലെ നിന്നൊക്കെ പറഞ്ഞ കാര്യം എന്താണ്, അതാണ് സംഭവം. അപ്പോൾ ഇങ്ങനെ നിങ്ങളെ താമസിക്കുന്നതിൻ്റെ കാരണം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ലാഗ് ചെയ്യുന്ന ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, അതാണ് സംഭവം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നുള്ളത്. അതിൻ്റെ ക്ലാസ് മേടിക്കണം. അതിനാണ് പുസ്തകങ്ങളൊക്കെ ഉള്ളത്, കണ്ടില്ലേ, പുസ്തകങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ആവശ്യക്കാർക്ക് വാങ്ങിക്കാം. കൂടുതൽ സ്റ്റഡിക്ക് ആവശ്യമുണ്ടെങ്കിൽ പുസ്തകങ്ങൾ വെച്ചിട്ടുണ്ട്, അത് വാങ്ങിക്കാവുന്നതാണ്. ബ്രദർ പറയാം അതിനെക്കുറിച്ചോ. ഇപ്പോൾ സമാപന ആശീർവാദം സ്വീകരിക്കാൻ പോവുകയാണ്. 4 മണിയാകുമ്പോൾ തന്നെ ഉടമ്പടിയുടെ കൂടെ തന്നെ ഉടമ്പടി പുതുതായിട്ട് എടുക്കുന്നവർക്ക് എടുക്കാം. ഏത് ജില്ലക്കാർക്ക് വേണമെങ്കിൽ ഇന്ന് പുതുക്കാം. 1-ാമത്തതും 2-ാമത്തതും പുതുക്കാം, 3-ാമത്തത് വരെ പുതുക്കാം. 3-ാമത്തെ പുതുക്കുമ്പോൾ ശ്രദ്ധിക്കണം, 3-ാമത്തെ പുതുക്കി കിട്ടുന്ന സാക്ഷ്യം കൊണ്ടാണ് മെസ്സേജ് കൗൺസിലിംഗ് തുടങ്ങുന്നത്. അച്ഛനെ കണ്ട് മെസ്സേജ് എടുക്കത്തില്ലേ, മെസ്സേജ് കർത്താവ് തരുമെങ്കിൽ തീർച്ചയായിട്ടും തരും. പക്ഷേ സാക്ഷ്യം പറയുന്നവർക്ക് അവകാശമുണ്ട് മെസ്സേജ് ചോദിക്കാൻ. അച്ഛാ അത് എപ്പോൾ നടക്കും, എന്ത് ചെയ്യണമെന്ന് ചോദിക്കാനുള്ള മെസ്സേജ് കർത്താവ് തരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്യും. അങ്ങനെയൊക്കെ മെസ്സേജ് പ്രകാരം എന്തുമാത്രം കാര്യങ്ങൾ ആൾക്കാർ അനുഭവം പറയുന്നു. അപ്പം അത് തുടങ്ങണത് 3-ാമത്തെ കൗൺസിലിങ്ങിന് ശേഷം, 3-ാമത്തെ പുതുക്കലിന് ശേഷമാണ്. പക്ഷേ 3-ാമത് പുതുക്കൽ ചില ആൾക്കാർ സാക്ഷ്യം പറയാതെ നടക്കുന്നുണ്ട്. അവരെത്രയും പറയണ്ട, അവരെഴുതി കൊടുക്കുക. എഴുതി കൊടുത്താൽ ഞാൻ തിരക്കണത് സാക്ഷ്യത്തിൻ്റെ പേപ്പർ ഉണ്ടെന്നാണ് തിരക്കണത്. പണ്ട് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത് പുതുക്കിയതാണെന്നാണ് ചോദിച്ചത്. ഇപ്പോൾ പുതുക്കിയതാണെന്ന് മാത്രമല്ല ചോദിക്കുന്നത്, സാക്ഷ്യത്തിൻ്റെ പേപ്പർ വെച്ചിട്ടുണ്ടെന്ന് ചോദിക്കും. എന്നാൽ പിന്നെ മെസ്സേജിലോട്ട് പോകും, അല്ലെങ്കിൽ കാര്യങ്ങൾ കേട്ട് കൈവച്ച് പ്രാർത്ഥന നടക്കും. ആ സാക്ഷ്യത്തിൻ്റെ പേപ്പർ ഇല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ കേട്ട് കൈവപ്പ് പ്രാർത്ഥന നടത്തും. അതിപ്പോൾ ഒന്ന് പുതുക്കിക്കഴിഞ്ഞാൽ ആർക്കായാലും കാര്യങ്ങൾ കേട്ട് അച്ഛൻ പ്രാർത്ഥിക്കും. പക്ഷേ ഉള്ള 1 പുതുക്കിയാലും 2 പുതുക്കിയാലും കാര്യങ്ങൾ കേട്ട് പ്രാർത്ഥിക്കും. 3 പുതുക്കി സാക്ഷ്യം ഉണ്ടെങ്കിൽ മെസ്സേജിലോട്ട് പോകും. കാര്യം അതിന് കുറേ സമയം വേണം.
മെസ്സേജ് എടുക്കാൻ കുറേ സമയം വേണം. കാര്യം അതിന് ഇപ്പം തന്നെ 10,000-കണക്കിന് ആൾക്കാരല്ലേ ഉടമ്പടി എടുത്തിരിക്കുന്നത്. അവർക്കെല്ലാം കൊടുക്കാൻ സമയമില്ല. അപ്പോൾ ഉടമ്പടി കൃത്യമായിട്ട് പാലിച്ച് മച്ചുവറായിട്ട് പോകുന്ന ആൾക്കാരുടെ മെസ്സേജ് എടുക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഇരുന്നാൽ മതി. ഒരു അടിയന്തര ആവശ്യം വരുമ്പോൾ നിങ്ങൾ അപ്പോൾ ഉടമ്പടി പേപ്പർ എടുത്തിട്ട് അയ്യോ അപ്പോൾ നോക്കുമ്പോൾ പുതുക്കി കാണത്തില്ല. ഇവിടെയാണെങ്കിൽ ഉടമ്പടി വിശ്വസ്തതയുടെ പ്രാർത്ഥനയായത് കാരണം വിശ്വസ്തരല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ സംസാരിക്കത്ത് പോലും ഇല്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. സംസാരിക്കത്ത് പോലും ഇല്ല. കാര്യം നിങ്ങൾ വിശ്വസ്ത കാണിച്ചില്ല. കാര്യം ഒരു മാസം 10 പ്രാർത്ഥന ഉണ്ട്. അതിലൊന്നു പോലും വന്നില്ലെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അത്രയും ഒരു വിശ്വസ്തത ഇല്ലെന്നാണ്. പിന്നെ നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യമില്ലാത്തത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് വളരെ ഉടമ്പടി കേൾക്കണ 1700 സാക്ഷ്യമായി ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് സാക്ഷ്യങ്ങൾ വീഡിയോ കിടക്കണത്. അപ്പോൾ അതിനേക്ക് മനസ്സിലായി ഇത് 1.5 കൊല്ലത്തിനുള്ളിൽ സംഭവിച്ചുള്ളതാണ്. ഞങ്ങൾക്ക് തന്നെ കിട്ടുന്ന 500 സാക്ഷ്യങ്ങളിൽ 180 ഇവിടെ പറയിപ്പിക്കുന്നത്. ബാക്കിയെല്ലാം റിജക്റ്റ് ചെയ്യാൻ. അങ്ങനെയുള്ളവരൊക്കെ അത് 4ാം സാക്ഷ്യമായിട്ട് ഇവിടെ പറയാം. ഇപ്പം 3ാമത്തെ സാക്ഷ്യം എഴുതി കൊടുത്ത് കൃപാസനത്തിൻ്റെ ഒഫീഷ്യൽ പേപ്പറെ സീൽ ചെയ്ത് സാക്ഷ്യം കേൾക്കുന്ന ആൾ ഒപ്പിട്ടിട്ടാണ് അത് സാക്ഷ്യം എഴുതി കൊടുത്താൽ മതി 3ാമത്തെ സാക്ഷ്യം പുതുക്കാൻ. 4ാമത് പുതുക്കണമെങ്കിൽ സാക്ഷ്യം പറയണം. അതുകൊണ്ട് ഇന്ന് ഉടമ്പടി പുതുക്കിയെന്ന് പറഞ്ഞ് അച്ഛനെ കാണാൻ നിൽക്കരുത്. നേരത്തെ പുതുക്കിയവരെയാണ് അച്ഛൻ കാണുന്നത്. അതിപ്പോൾ ഓർത്തേക്കണം. അച്ഛനെ കിടക്കാൻ പറഞ്ഞ് ഓടിപ്പോയി ഇപ്പോൾ പുതുക്കിക്കൊണ്ട് വരരുത്, എടുക്കത്തില്ല. പുതുക്കിയതിൻ്റെ ഡേറ്റ് നോക്കും. കാര്യം നേരത്തെ പുതുക്കിയവർ തന്നെ ഒരു 10,200 കാണും. അപ്പോൾ ഇന്ന് പുതിയതായിട്ട് പുതുക്കിയ ആൾക്കാർക്ക് പ്രൊവിഷനില്ല. അവർ അടുത്ത പ്രാർത്ഥനയ്ക്ക് വന്ന് കാണുക. 4ാമത് പുതുക്കാൻ വരുമ്പോഴത് ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ വരെ ഇവിടെ ഉടമ്പടി ക്ലാസ്സിൻ്റെ സമയത്ത് സാക്ഷ്യം പറയണം. പറഞ്ഞു കഴിഞ്ഞ് എഴുതി കൊടുത്തത് ഇവിടെ പറഞ്ഞതിന് ശേഷം ഇവിടുന്ന് ചീട്ട് കിട്ടി കൗൺസിലിനകത്ത് കൊടുക്കുമ്പോഴാണ് സാക്ഷ്യം പറഞ്ഞ ആൾക്കാർക്ക് ഇവിടെ ഹാളിൽ നിന്ന് ചീട്ട് തരും. 4ാമത് സാക്ഷ്യം പറഞ്ഞാണെന്ന് പറഞ്ഞ് ബ്രദർ ചീട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 4ാമത് പുതുക്കി കിട്ടും. 5ാമത് പുതുക്കുമ്പോൾ ബ്ലൂ ആവും, ഉടമ്പടി മച്ചുറാകും. അപ്പോൾ അതിന് സാക്ഷ്യം ആൾക്കാരെ പറയണ സാക്ഷ്യം അത്രയും ക്വാളിറ്റേറ്റീവ് സാക്ഷ്യം ഉണ്ടാകണം. ചിലപ്പോൾ ഒരു ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ആൾക്കാരെ പറയാൻ പറ്റിയ സാക്ഷ്യം കിട്ടും. അങ്ങനെ 100 കണക്കിന് ആൾക്കാരുണ്ട്. ഉടമ്പടി എടുക്കണത് 2 ദിവസത്തിനുള്ളിൽ തന്നെ ആൾക്കാരെ പറയാൻ പറ്റിയ ക്വാളിറ്റേറ്റീവ് സാക്ഷ്യം കിട്ടും. പക്ഷേ അവർ വെയിറ്റ് ചെയ്യണം. അവരൊരു വർഷം ആ പ്രാർത്ഥന കൂടിയിട്ടാണ് ആ സാക്ഷ്യം യൂട്യൂബിൽ 12 അല്ലെങ്കിൽ യൂട്യൂബ് കാണിച്ച് ബ്രദറിന് അവിടെ കൗൺസിലിംഗ് യൂട്യൂബ് കാണിച്ചിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ബ്ലൂ ഉടമ്പടി തരണം, ഞങ്ങൾ ഇത്രയും പ്രാർത്ഥന കൂടിയതാണ്, പക്ഷേ 10 കാർഡ് ഉണ്ടാകണം, യൂട്യൂബിൽ സാക്ഷ്യമുള്ളതാണെന്ന് മൊബൈൽ കാണിച്ചു കൊടുത്താൽ മതി. അവരുടനെ നിങ്ങൾക്ക് ബ്ലൂ ആയിട്ട് ഉടമ്പടി തരും. അപ്പോൾ ഉടമ്പടി പുരോഗമിക്കണനുസരിച്ച് നിങ്ങളുടെ അപ്പോസ്തലിക സാക്ഷ്യ ജീവിതം ശക്തിപ്പെട്ട് വേണം. നിങ്ങളെക്കാൾ വലിയ ക്രിസ്ത്യാനി കേരളത്തിൽ ഉണ്ടാവരുത്. അതാണ് സത്യം. അങ്ങനെ വളരണം. അതിനാൽ ഉടമ്പടി അങ്ങനെ വളരണ പ്രാർത്ഥനയാണ്. അത് വളർച്ച ഇല്ല എന്നുണ്ടെങ്കിൽ ചുമ്മാ വയറ്റിപ്പഴപ്പിൻ്റെ പ്രാർത്ഥനയായിട്ട് ഇത് മാറും. അങ്ങനെ ഞങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യത്തുമില്ല മുന്നോട്ട്. ഓക്കെ, സമാപനാശീർവാദം. നേർച്ചവസ്തുക്കൾ ഉയർത്തിപ്പിടിക്കട്ടെ, പത്രവും ഉയർത്തിപ്പിടിക്കട്ടെ. ഈശോദിനെ ആശീർവദിക്കാൻ പോവുകയാണ്. കേട്ട വചനങ്ങളെല്ലാം ഹൃദയത്തിലോർത്ത് എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ആശീർവദിക്കണമേ. മാരക രോഗങ്ങൾ അങ്ങ് സൗഖ്യപ്പെടുന്ന നന്ദി പറയുന്നു. ജോലി നഷ്ടപ്പെട്ടവരെ ആശീർവദിക്കുന്ന നന്ദി പറയുന്നു. കിഡ്നി രോഗികള്, ക്യാൻസർ രോഗികള്, കിട്ടാക്കണത്തില് കുരുങ്ങിക്കഴിയുന്നവരെ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങ് ഇടപെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. സന്താന ഭാഗ്യം നൽകുന്ന നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചോളണം. ഇന്ന് ധ്യാനം കൂടിയവര് 5 പ്രാർത്ഥനയും യൂട്യൂബിൽ കൂടി കണ്ട് പ്രാർത്ഥിച്ച് ഇവന്റെ മുന്നിൽ പോയി വായും പൊളിച്ചിരിക്കുന്നവരുടെ ഗതികേട് എന്നല്ലാതെ എന്തോ പറയാം. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ്, an eye for truth.